ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം പ്രാബല്യത്തിലായി. ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35% സൗദിവൽക്കരണം. ആശുപത്രി ഫാർമസികളിൽ 65% തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി നീക്കിവെക്കണം. സൗദിയിലെ ഫാർമസി ജോലികളിൽ 35 മുതൽ 65% വരെ സൗദിവൽക്കരണം നടപ്പിലായി. 6 മാസം മുൻപ് മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ച തീരുമാനമാണ് ഇന്നു മുതൽ നടപ്പിലായത്. ജനറൽ ഫാർമസികൾ, സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലെ ഫാർമസികൾ, ആശുപത്രിക്കകത്തെ ഫാർമസികൾ എന്നിവിടങ്ങളിലെല്ലാം പുതിയ നിയമം ബാധകമാകും. പുതുതായി ബിരുദം നേടി പുറത്തിറങ്ങുന്ന സ്വദേശികളായ യുവതീ യുവാക്കൾക്ക് മേഖലയിൽ തൊഴിലവസരം ഉറപ്പുവരുത്തുകയാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ജനുവരി 26-നാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഫാർമസി മേഖലയിൽ നിശ്ചിത അളവിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് 6 മാസത്തെ സാവകാശവും അനുവദിച്ചു. സൗദി പൗരന്മാർക്ക് സ്ഥിരതയുള്ളതും ഉത്തേജകവുമായ ഒരു തൊഴിലന്തരീക്ഷം രാജ്യത്തുടനീളം വളർത്തിയെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി. തൊഴിൽ വിപണിയിൽ പൗരന്മാരുടെ പങ്കാളിത്തം ഇതുവഴി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രാലയം കണക്കുകൂട്ടുന്നു. വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് സൗദി സെഷൻ നടപ്പിലാക്കുന്നത്. ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35%, ആശുപത്രി ഫാർമസികളിൽ 65%, ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ, മരുന്ന് മൊത്തവിതരണ കമ്പനികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ 55% തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാൻ നിർദ്ദേശിക്കുന്നതാണ് നിയമം. പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സ്ഥാപനങ്ങൾ പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾക്കും മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സേവനങ്ങൾക്ക് വിലക്കും നേരിടേണ്ടി വരും. ജനറൽ ഫാർമസിസ്റ്റ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫാർമസിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ എന്നിവ ഉൾപ്പെടെ 22 അംഗീകൃത തൊഴിലുകളാണ് സൗദിവൽക്കരണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൈ പ്രിസ്ക്രിപ്ഷൻ പ്രോഗ്രാമിലൂടെ സർക്കാർ ആരോഗ്യ മേഖലകളിലെ മരുന്ന് വിതരണം സ്വകാര്യ ഫാർമസികൾക്ക് കൈമാറാനുള്ള പരിപാടിയും ഇതോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഈ തീരുമാനം നിരവധി സൗദി ബിരുദധാരികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. സ്വദേശി ഫാർമസിസ്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ വേതനം 7000 റിയാലായി നിശ്ചയിച്ചുള്ള ഉത്തരവും ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഫാർമസിസ്റ്റ് മേഖലയിലെ സ്വദേശിവൽക്കരണ അനുപാതം കണക്കാക്കുന്നതിന് അടിസ്ഥാന വേതന നിയമവും പരിഗണിക്കപ്പെടും. എന്നാൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത് വഴി സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന അധിക ചെലവുകൾ പരിഹരിക്കുന്നതിന് മന്ത്രാലയം സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും സ്ഥാപനങ്ങൾക്ക് നിശ്ചിത തോതിൽ സാമ്പത്തിക സഹായം നൽകും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് നിയമം തിരിച്ചടിയാണ്. നിയമം പ്രാബല്യത്തിലായതോടെ നിരവധി പേർക്ക് ജോലി നഷ്ടമാകും.